നമസ്കാരം. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെ ഏറെ നിരാശപ്പെടുത്തുന്ന ഒരു മത്സരമാണ് ചെന്നൈയിൽ നടന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാരുടെ പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ CSKക്ക് ബാറ്റിംഗ് തകർച്ചയാണ് ഉണ്ടായത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത CSK തട്ടകത്തിൽ 9 വിക്കറ്റിന് 103 റൺസാണ് നേടിയത്. ചെപ്പോക്കിൽ CSK നേടുന്ന ഏറ്റവും കുറഞ്ഞ ടീം ടോട്ടലാണിത്. CSK നിരയിൽ ആർക്കും തിളങ്ങാനായില്ല എന്നതാണ് വസ്തുത. പവർ പ്ലേയിലടക്കം ടെസ്റ്റ് ബാറ്റിംഗ് പ്രകടനമാണ് CSK കാഴ്ചവെച്ചത്. ടീമിന്റെ പ്രധാന താരങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തി. രചിൻ രവീന്ദ്ര 4 റൺസ്, ഡെവോൺ കോൺവേ 12, രാഹുൽ ത്രിപാഠി 16, വിജയ് ശങ്കർ 29, രവീന്ദ്ര ജഡേജ 0, MS ധോണി 1, ശിവൻ ദുബെ 31. ഇവർക്കൊന്നും യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. മധ്യനിര കൂട്ടത്തകർച്ച നേരിട്ടതോടെ CSK നാണം കെട്ട സ്കോറിൽ ഒതുങ്ങുകയായിരുന്നു. 9-മനായാണ് CSK നായകൻ MS ധോണി ബാറ്റ് ചെയ്യാനെത്തിയത്. നായകൻ ധോണി എത്തുമ്പോൾ 4 സിക്സ് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് വളരെ നിരാശയാണ് ഉണ്ടായത്. ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത ധോണി രക്ഷകനാവുമെന്നാണ് കരുതിയത്. എന്നാൽ 4 പന്ത് നേരിട്ട് 1 റൺസ് എടുത്ത ധോണി LBWയിൽ കുടുങ്ങുകയായിരുന്നു. സുനിൽ നരൈനാണ് ധോണിയെ പുറത്താക്കിയത്. ധോണി റിവ്യൂ ചെയ്തിട്ടും തേർഡ് അമ്പയർ വിക്കറ്റ് വിളിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ധോണിയുടെ വിക്കറ്റിനെ ചൊല്ലി വിവാദം പുകയുകയാണ്. ധോണിയുടേത് ഔട്ടല്ലെന്ന വാദമാണ് ശക്തമായി വരുന്നത്. ധോണിയുടെ ബാറ്റിൽ ടച്ച് ഉണ്ടായിരുന്നു എന്ന വാദമാണ് സോഷ്യൽ മീഡിയയിൽ കനക്കുന്നത്. MS ധോണി സുനിൽ നരൈനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ബാറ്റിനെ മറികടന്ന് പന്ത് പാഡിൽ തട്ടുകയായിരുന്നു. ധോണിയുടെ ബാറ്റിന് തൊട്ടടുത്തു കൂടിയാണ് പന്ത് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ധോണി ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് റിവ്യൂ എടുത്തു. തേർഡ് അമ്പയറുടെ പരിശോധനയിൽ ധോണിയുടെ ബാറ്റിൽ ചെറുതായി പന്ത് കൊള്ളുന്നതായി വ്യക്തമാവുന്നുണ്ട്. അൾട്രാ എഡ്ജ് പരിശോധിക്കുമ്പോൾ ചെറിയ ടച്ച് കാണുന്നുണ്ടെങ്കിലും തേർഡ് അമ്പയർ ഔട്ട് വിളിക്കുകയായിരുന്നു. ഇതാണ് വിവാദത്തിന് വഴി തുറന്നിരിക്കുന്നത്. ധോണി അമ്പയറുടെ തീരുമാനത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചാണ് കളം വിട്ടത്. അമ്പയറുടേത് ഏകപക്ഷീയമായ നിലപാടായെന്നും കൂടുതൽ പരിശോധനകൾ ഇല്ലാതെയാണ് വിക്കറ്റ് അനുവദിച്ചതുമാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ധോണി ക്രീസിൽ നിന്നിരുന്നെങ്കിൽ അല്പം കൂടി ഭേദപ്പെട്ട സ്കോറിലേക്ക് CSK എത്തിയേനെ എന്നും അമ്പയർ CSKയെ ചതിക്കുകയാണ് ചെയ്തതെന്നും ആരാധകർ ആരോപിക്കുന്നു. CSK പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിംഗും അമ്പയറുടെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. അമ്പയർ ക്രിസ് ഗഫിനോട് ഫ്ലെമിംഗ് തർക്കിക്കുന്ന സാഹചര്യമുണ്ടായി. അമ്പയറുടെ തീരുമാനത്തിലെ പാളിച്ച സീസണിൽ നേരത്തെ തന്നെ വിവാദമായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ റിയാൻ പരാഗിന്റെ വിക്കറ്റുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം അമ്പയർ കേട്ടിരുന്നു. ഇപ്പോഴിതാ ധോണിയുടെ വിക്കറ്റിലെ പിഴവും വലിയ വിവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. 9-ാം നമ്പറിൽ ധോണി ബാറ്റ് ചെയ്യാൻ എത്തിയതിനെതിരെ വലിയ ആരാധക വിമർശനമുണ്ട്. ഇതിനിടെയാണ് നിരാശപ്പെടുത്തുന്ന പുറത്താകൽ. സുനിൽ നരൈനെതിരെ ധോണിക്ക് മികച്ച കണക്കല്ല ഉള്ളത്. 3 തവണ ധോണിയെ മടക്കി അയക്കാൻ നരൈന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ധോണിയുടേത് വിക്കറ്റ് അല്ലെന്ന ഉറച്ച നിലപാടിലാണ് ആരാധകർ. അമ്പയർ കൃത്യതയോടെ തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. നായകൻ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് പുറത്തായതോടെയാണ് MS ധോണിക്ക് കീഴിൽ CSK ഇന്നലെ ഇറങ്ങിയത്. ധോണി ക്യാപ്റ്റൻ ആവുന്നതോടെ CSK രക്ഷപ്പെടുമെന്നാണ് കരുതിയതെങ്കിലും കൂട്ടത്തകർച്ചയിലേക്ക് ടീം വീഴുകയായിരുന്നു. ഇപ്പോഴിതാ CSKയുടെ തകർച്ചയ്ക്ക് പിന്നാലെ MS ധോണിയെ വിമർശിക്കുകയാണ് ആരാധകർ. ധോണി ടീം വിടാതെ CSK രക്ഷപ്പെടില്ലെന്നും സ്വന്തം വില കളയുകയാണ് ധോണിയെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ കളി കൂടി തോറ്റതോടെ വലിയ നിരാശയിലേക്ക് ചെന്നൈ ആരാധകർ പോകുന്നു എന്നത് വസ്തുതയാണ്.